ചില ദൃശ്യങ്ങളിൽ ആഘോഷവും തനിമയും കലയും മാത്രമല്ല, അത്തരത്തിൽ കേരളം ഒന്നായ അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിലെയും ഒരുമിച്ച് ഒന്നായി നിന്നതിന്റെ വലിയൊരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇന്ന് നമുക്ക് മുമ്പിൽ, ജില്ലാ ഹോസ്പിറ്റൽ മുമ്പിൽ മറികടന്നുകൊണ്ടിരിക്കുന്ന വയനാട് ചൂരൽ മേപ്പാടി ദുരന്തത്തിന്റെ ഒരു ഓർമ്മ ചിത്രം, നിശ്ചല ചിത്രമായി ടൈപ്ലോയെ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ഏതൊരു ആഘോഷവും അതിന്റെ തനിമ ചോരാതെ ഏറ്റവും പകിട്ടാർന്ന ഏറ്റവും വിസ്മയ കാഴ്ച ഒരുക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഓർമ്മ നമുക്ക് ചെറുതായൊന്ന് വിങ്ങലായി ഇല്ല എന്ന് പറയാതെ വയ്യ. തീർച്ചയായിട്ടും രണ്ടാമത്തെ ഫ്ലോട്ടിന് ശേഷവും അടുത്ത ഡാൻസിംഗ് പാപ്പമാർ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ കണ്ടാലും മതി വരാത്ത കാഴ്ചകളുടെ വിസ്മയം ഒരുക്കുന്ന ബോൺ നെത്താലെ 2K24 ഒരിക്കൽ കൂടി തൃശ്ശൂർ പേരൂരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കലയുടെ മണ്ണായ ആഘോഷങ്ങളുടെ നാടായ തൃശ്ശൂർ പേരൂരിന്റെ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അത് പിന്നെയും പിന്നെയും വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്നു എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 150ഓളം ഇടവകളുടെ പ്രാതിനിധ്യത്തിൽ 107ഓളം ഇടവകളിൽ നിന്ന് വരുന്ന 15,000ഓളം പാപ്പമാർ ഒരിക്കൽ കൂടി ഒരേ താളത്തോടു കൂടി തന്നെ ക്രിസ്മസ് ആഘോഷത്തിനെ അണിനിരക്കുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റുക, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ജില്ലയുടെ പല ഭാഗത്തു നിന്നായി, ഒരുപക്ഷെ കേരളക്കരയിൽ നിന്ന് ക്രിസ്മസ് ആഘോഷം ഡിസംബർ 27 വരുമ്പോൾ തേക്കിൻകാടിന് ചുറ്റുമായിട്ട് സ്വരാജ് റൗണ്ടിൽ ഈ ഒരു ആഘോഷം എന്തായാലും കാണണം എന്നുള്ള ഒരു കാത്തിരിപ്പിന് കൂടി ഇന്ന് വിരാമമാവുകയെന്നത്. തീർച്ചയായിട്ടും സ്വരാജ് റൗണ്ടിലേക്ക് മെല്ലെ മെല്ലെ ഡാൻസിംഗ് പാപ്പുമാർ വരുമ്പോൾ ഒരുപക്ഷെ കേരളക്കരയും ഇന്ത്യയുമല്ല ലോകത്തിൽ കണ്ട ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് ഏറ്റവും സന്തോഷപൂർവ്വവും അഭിമാനപൂർവ്വവും പറയാൻ സാധിക്കുന്നു. എഴുതിയിട്ടുള്ളല്ലേ? വരുന്നല്ലോ. നീ അവിടെ നിങ്ങൾ തിരിച്ച് നടക്കുക. ഇതിന്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് വരുന്ന വഴിയിൽ നടുക്കിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ഈ വടി കണ്ടെന്ന് എനിക്കറിയില്ലേ? ഈ ഡാൻസിങ് പാപ്പന്മാരുടെ രണ്ടാമത്തെ സെക്ഷനിലുണ്ട് ഞാൻ. നിന്നോട് ഇങ്ങോട്ട് വരാം, നമ്മൾ വന്ന വഴി തിരിച്ച് നടക്കുക. അപ്പം നോക്കുക, അപ്പം കാണുന്നുണ്ട്. അല്ലെങ്കിൽ നീ ബസ് കയറി പൊക്കും.
പുലർത്തുന്ന തൃശ്ശൂരിന്റെ സാംസ്കാരിക തനിമ പൊന്നതാലയോട് ചേർത്ത് പിടിക്കുന്ന 4ാമത് ഫ്ലോട്ട് ഇതാ തൃശ്ശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിന്റെ സ്വന്തം പുലിക്കളിയും തൃശ്ശൂരിന്റെ സ്വന്തം സാംസ്കാരിക തനിമയും പുലർത്തുന്ന ഫ്ലോട്ട് ഇതിനകം തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൊന്നതാല കേവലം ആഘോഷം മാത്രമല്ല, അതിൽ വലിയ കാരുണ്യത്തിന്റെ മുഖം കൂടിയുണ്ട്. 2013 രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകൻ. അതുകൊണ്ട് തന്നെ 2013 തുടങ്ങി 2022 എത്തുമ്പോൾ 11 വർഷത്തിൽ പറഞ്ഞ ആഘോഷിക്കുന്ന തൃശ്ശൂർ പീരിയഡിന്റെ ചരിത്ര താളുകളിലേക്ക് നോക്കുമ്പോൾ ഓണത്താനെ കുറിച്ച് നാടിയിട്ടല്ലേ അല്ലെ, അത് അത്രയും വലുതാണ്. വലിയ കണ്ടുകൊണ്ടിരുന്നത് അഭിമാനത്തിലൂടെയും ആഘോഷത്തിലൂടെയും ആനന്ദത്തിലൂടെയും ഒരുക്കിക്കൂടെയും പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വിഭവവും വളരെ വലുതാണ്. സോ പാപ്പമാർ മെല്ലെ മെല്ലെ അടുത്തൊരു ഡാൻസിന് കൂടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അണമുറിയാത്ത ജനങ്ങളുടെ ആരവത്തോടെയുള്ള ഘോഷയാത്ര തൃശ്ശൂർ പട്ടണത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ ഫ്ലോട്ട് കടന്നു പോകുമ്പോഴും അതിനുശേഷം കടന്നു വരുന്ന ഓരോ ഡാൻസ് പാർട്ടിയും ആവേശത്തിരകളാൽ ജനങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തുകയാണ്. മുന്നത്താലെ മേരി ക്രിസ്മസ് എന്ന ഇറ്റാലിയൻ വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇന്ന് ഈ പട്ടണത്തിന്റെ രാജവീതികളിലൂടെ കടന്നു പോകുന്ന ഈ ഭീമൻ ഘോഷയാത്ര ഏതൊരു ജനവികാരത്തെയും കോൾമേരി കൊള്ളിക്കുന്ന ഒരു പുതുയുഗത്തിന്റെ പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഡാൻസിംഗ് പാപ്പാസ്, മേരി ക്രിസ്മസ്. രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി ഒന്നത്താലെ മാറ്റൊലിയോടെ തൃശ്ശൂർ പേരോരുണരുകയായി. പിടിക്ക് പിടിക്ക്
വിശ്വസിക്കപ്പെട്ട